റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രെയിൻ ട്യൂമർ തിരിച്ചറിയാൻ വൈകുന്നത് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ലോകമെമ്പാടും പ്രതിവർഷം 7,40,000 ആളുകൾക്ക് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പകുതിയും ക്യാൻസർ അല്ലാത്തവയാണ്. ബ്രെയിൻ ട്യൂമർ കണ്ടെത്തിയാൽ ശസ്ത്രക്രിയയിലൂടെ സാമ്പിൾ എടുക്കുകയും തുടർന്ന് വിദഗ്ധ പരിശോധന നടത്തിയുമാണ് അർബുദ സാധ്യത തിരിച്ചറിയാറുള്ളത്. നിലവിൽ UK-യിൽ ഇത്തരം പരിശോധനകളുടെ പൂർണ്ണമായ ഫലം പുറത്തുവരുന്നതിന് 8 ആഴ്ചയോ അതിൽ കൂടുതലോ കാലതാമസം എടുക്കുന്നുമുണ്ട്. എന്നാൽ വെറും 24 മണിക്കൂറിനുള്ളിൽ ബ്രെയിൻ ട്യൂമർ സെല്ലുകളിൽ നിന്ന് ക്യാൻസർ സാധ്യത തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നോട്ടിംഗ്ഹാം സർവകലാശാല. നിലവിലുള്ള ജനിതക പരിശോധനയ്ക്ക് തുല്യമായി ഈ പരിശോധനകൾക്കും ഏകദേശം 400 പൗണ്ടാണ് ചിലവാകുന്നത്. രോഗികളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ 24 മണിക്കൂറുകൾക്കും പൂർണ്ണമായും കൃത്യമായും തരംതിരിച്ചതായും പരമ്പരാഗത ജനിതക പരിശോധനകൾക്ക് തുല്യമായ വിജയനിരക്കുണ്ടെന്നും ഗവേഷകർ പറയുന്നു. നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ പ്രൊഫസർ മാത്യു ലൂസ് ആണ് ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിവെക്കുന്ന ഗവേഷണത്തിന് നേതൃത്വം വഹിച്ചത്. ഈ കണ്ടെത്തലുകൾ ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് രോഗികൾക്ക് പ്രയോജനപ്പെടുമെന്നും അവർ വിശദമാക്കുന്നു. ന്യൂറോ ഓങ്കോളജി ജേണൽ ആണ് ഇവരുടെ ഗവേഷണങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാധാരണ പരിശോധനകൾക്ക് 24 മണിക്കൂർ എടുക്കുമെങ്കിലും 76% സാമ്പിളുകളിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിജയകരമായി രോഗനിർണയം നടത്താനായത് നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. രോഗനിർണയം വേഗത്തിലാക്കുന്നത് രോഗികൾക്ക് കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു. വേഗത്തിലുള്ള രോഗനിർണയങ്ങൾ സ്വാഗതാർഹമാണെന്നും രോഗികൾക്ക് അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടം കുറയ്ക്കുമെന്നും ഇംപീരിയൽ കോളേജ് ഹെൽത്ത് കെയർ NHS ട്രസ്റ്റിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മാറ്റ് വില്യംസ് പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ NHS ട്രസ്റ്റുകളിൽ ഒന്നായ ബർമിംഗ്ഹാം NHS ട്രസ്റ്റിൽ തൊഴിലുകൾ നഷ്ടമാകാൻ വഴിയൊരുങ്ങുന്നു. ഇംഗ്ലണ്ടിലെ ഹെൽത്ത് സർവീസ് മേഖല സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് ഈ ട്രസ്റ്റിനും പണം ലാഭിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത്. ഈ വർഷത്തെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഏകദേശം 300 പേരുടെ ജോലികളാണ് നഷ്ടമാവുക എന്ന് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ബർമിംഗ്ഹാം NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് വ്യക്തമാക്കുന്നു. 2.6 ബില്യൺ പൗണ്ടിന്റെ വാർഷിക ബഡ്ജറ്റിൽ ഏകദേശം 5% ലാഭമാണ് NHSന് കണ്ടെത്തേണ്ടത്. 130 മില്യൺ പൗണ്ടാണ് ഈ വിധം ലാഭിക്കേണ്ടതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോനാഥൻ ബ്രത്തോട്ടൺ പറഞ്ഞു. എങ്കിലും പണം ലാഭിക്കുമ്പോൾ സേവനങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കാരങ്ങൾ വഴി സേവനം മെച്ചപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വർഷത്തിൽ 2.2 മില്യൺ രോഗികളെയാണ് ട്രസ്റ്റ് പരിചരിക്കുന്നത്. ബ്രോഡ്സ്ലി ഗ്രീനിലെ ഹെഡ്ലാൻഡ്സ് ഹോസ്പിറ്റൽ, എഡ്ജാസ്റ്റണിലെ ക്യൂൻ എലിസബത്ത്, സട്ടൺ കോൾഫീൽഡിലെ ഗുഡ് ഹോപ്പ് ഹോസ്പിറ്റൽ, സോളിഹർ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളിൽ നിന്നുമാണ് ഈ പണം ലാഭിക്കേണ്ടത്. ട്രസ്റ്റിലെ 26,000 ജീവനക്കാർക്ക് നഷ്ടത്തിന്റെ ആഘാതം സഹിക്കേണ്ടി വരുമെന്ന് ബ്രത്തോട്ടൺ പറഞ്ഞു. ജീവനക്കാരുടെ ശമ്പളം നൽകാൻ പോലും കഴിയുമോ എന്ന് NHS ട്രസ്റ്റുകൾ ഭയപ്പെടുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരെ ആശ്രയിക്കുന്നത് ബർമിംഗ്ഹാം ട്രസ്റ്റ് കുറച്ചിട്ടുണ്ട്. യോഗ്യരായ നഴ്സിംഗ്, ഡോക്ടർ, തെറാപ്പിസ്റ്റ് എന്നിങ്ങനെ വിവിധ പോസ്റ്റുകളിൽ ജോലിക്കാരെ കുറച്ച് സേവനം നൽകാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്ററിൽ പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അധ്യാപികയായ ഇന്ത്യൻ വംശജയുടെ പ്രവാസി പൗരത്വം ഇന്ത്യ റദ്ദാക്കിയതായി ആരോപണം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാണ് ഇന്ത്യൻ അധികൃതരുടെ നടപടിയെന്ന് കശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട നിതാഷ കോൾ ആരോപിച്ചു. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള എഴുത്തും പ്രസംഗവും ഉൾപ്പെടെയാണ് OCA റദ്ദാക്കുന്നതിന് കാരണമായി ഇന്ത്യൻ അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. സർവകലാശാലയിലെ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെമോക്രസി ഡയറക്ടർ കൂടിയാണ് നിതാഷ. മുൻപ് ബംഗളൂരുവിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള അനുവാദവും ലഭിച്ചിരുന്നില്ല. ന്യൂനപക്ഷ ജനാധിപത്യ വിരുദ്ധ നയങ്ങളെ എതിർക്കുന്ന അക്കാദമിക് പ്രവർത്തനം നടത്തിയതിനാണ് തന്നെ ശിക്ഷിക്കുന്നതെന്ന് നിതാഷ ആരോപിച്ചു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി ബന്ധപ്പെട്ട വസതികളിലുണ്ടായ തീപിടുത്തത്തിൽ അറസ്റ്റിലായവർ 3 തിങ്കളാഴ്ച ലണ്ടനിലെ ചെൽസിയിൽ നിന്നാണ് 3-ാമനെ പിടികൂടിയത് എന്ന് മെറ്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജീവൻ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് 34-കാരനായ ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് പറഞ്ഞു. കെൻഡിഷ് ടൗണിൽ ഒരു വാഹനത്തിന് തീപിടുത്തം, അതേ തെരുവിലെ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വീട്ടിൽ തീപിടുത്തം, വടക്കു പടിഞ്ഞാറൻ ലണ്ടനിൽ അദ്ദേഹം മുൻപ് താമസിച്ചിരുന്ന ഒരു വിലാസത്തിൽ തീപിടുത്തം എന്നിങ്ങനെ 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പിടിയിലായത്. ശനിയാഴ്ച ഇതേ കുറ്റത്തിന് സംശയത്തിന്റെ പേരിൽ 26 വയസ്സുള്ള ഒരാൾ ലൂട്ടൺ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. 21 വയസ്സുകാരനായ റോമൻ ലാവ്രിനോവിച്ച് എന്നയാളാണ് ഈ കുറ്റത്തിന് ആദ്യം അറസ്റ്റിലായത്. ഇയാൾ യുക്രൈൻ വംശജനാണെന്ന് നേരത്തെ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. ഗാസയിലെ സൈനിക സംഘർഷം ധാർമ്മികമായി നീതീകരിക്കാനാവാത്തത് ആണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വിശേഷിപ്പിച്ചതോടെ ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ UK താൽക്കാലികമായി നിർത്തിവച്ചു. രാജ്യത്തിന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി വെസ്റ്റ് ബാങ്ക് കുടിയേറ്റക്കാർക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. വാരാന്ത്യത്തിൽ ഇസ്രായേൽ പുതിയ സൈനിക നടപടി ആരംഭിച്ചതിനെ തുടർന്ന് ഗാസയിൽ പട്ടിണി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ നീക്കം. കൺസർവേറ്റീവ് ഷാഡോ വിദേശകാര്യ സെക്രട്ടറി ഡാം പ്രീതി പട്ടേലുമായി പാർലമെന്റിൽ രൂക്ഷമായ വാഗ്വാദങ്ങൾ നടന്നു. ഹമാസ് നടപടികളെ സ്വാഗതം ചെയ്യുമെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഗവൺമെന്റ് കൂടുതൽ മുന്നോട്ടു പോകണമെന്ന രോഷത്തോടെയുള്ള ആഹ്വാനങ്ങളും ഉയർന്നുവന്നു.
UK-യിലെ ചില്ലറ വ്യാപാരികൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾ അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവുകൾ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന യുവാക്കൾ, അവരിൽ ചിലർ കൗമാരക്കാർ എന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ സൈബർ കുറ്റവാളികളുടെ ഒരു കൂട്ടത്തെ കേന്ദ്രീകരിക്കുന്നതായി പോലീസ് വെളിപ്പെടുത്തി. എമാൻഡസ്, കോഓപ്പ്, ഹാരോഡ്സ്, ചില US റീറ്റെയിലർമാർ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ സ്കാറ്റേർഡ് സ്പൈഡർ എന്ന ഹാക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനമാണെന്ന് ആഴ്ചകളായി ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു. കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിൽ ഈ ഗ്രൂപ്പ് ഒരു പ്രധാന ഭാഗമാണെന്ന് നാഷണൽ ക്രൈം ഏജൻസി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹാക്കുകളെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, സ്കാറ്റേർഡ് സ്പൈഡർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് ഞങ്ങൾ നോക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് വ്യത്യസ്ത സിദ്ധാന്തങ്ങളുണ്ട്. കുറ്റവാളികളിലേക്ക് എത്താൻ ഞങ്ങൾ തെളിവുകൾ പിന്തുടരും. NCAയുടെ ദേശീയ സൈബർ ക്രൈം യൂണിറ്റ് മേധാവി പോൾ ഫോസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. നമ്മൾ കാണുന്ന എല്ലാ നാശനഷ്ടങ്ങളുടെയും വെളിച്ചത്തിൽ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുക എന്നാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈസ്റ്ററിൽ ആരംഭിച്ച ആക്രമണങ്ങളുടെ തരംഗം കടകളിലെ ഷെൽഫുകൾ കാലിയാക്കാനും ഓൺലൈൻ ഓർഡറുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനും ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാനും കാരണമായി. കുറ്റവാളികൾക്ക് റാൻസം വെയർ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായ ഡ്രാഗൺ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഹാക്കിംഗ് നടത്തിയത്. എന്നിരുന്നാലും ഹാക്കർമാരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രായപൂർത്തിയാവാത്ത 4 കുട്ടികൾ ഒരു സ്കൂട്ടറിൽ പോകവേ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മുന്നിൽപ്പെട്ടു. കുട്ടികളോട് സംസാരിച്ച ശേഷം വാഹന ഉടമയുടെ ലൈസൻസ് റദ്ദാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. CIയെ വിളിച്ചു പറയണം, ഉടമയാരാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് RTO ഓഫീസിൽ പറഞ്ഞ് ഉടമയുടെ ലൈസൻസ് അങ്ങ് റദ്ദാക്കിയേക്കാനും അദ്ദേഹം പറഞ്ഞു. കൊച്ചു പിള്ളേരാ, അവരുടെ കയ്യിൽ വണ്ടി കൊടുത്തേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ സംസാരിച്ചത്. പത്തനാപുരത്ത് കുടുംബശ്രീയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ. ഘോഷയാത്ര കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് 4 അംഗ കുട്ടി സംഘം ഒരു സ്കൂട്ടറിൽ വരുന്നത് മന്ത്രി കണ്ടത്. ഉടൻ തന്നെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇന്ത്യയിൽ വീണ്ടും കോവിഡ് ബാധിച്ച് ആളുകൾ മരിച്ചുവെന്ന് റിപ്പോർട്ട്. ഒരാഴ്ചക്കുള്ളിൽ 64 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കേസുകൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 257 സജീവ കേസുകളാണുള്ളത്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. 69 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 44, തമിഴ്നാട്ടിൽ 34 പേരുമാണ് ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിൽ അടുത്തിടെ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കോവിഡ് മൂലമുള്ള മരണമല്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. പക്ഷേ 2 രോഗികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ നിലവിൽ 56 സജീവ കേസുകളാണ് ഉള്ളത്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായി. 941 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ വിഭജിച്ചതിന്റെ അന്തിമ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്ത് 1375 വാർഡുകളാണ് പുതിയതായി ഉള്ളത്. 87 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡുകൾ വിഭജിച്ച് അന്തിമ വിജ്ഞാപനം അടുത്തു തന്നെ ഇറക്കും. വാർഡ് വിഭജനത്തിന്റെ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനുശേഷം പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ ഡിസംബർ 4 വരെ സമയം നൽകിയിരുന്നു. ഈ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കിയത്. 16,000-ലേറെ പരാതികളാണ് ലഭിച്ചത്. വാർഡുകളുടെ അതിർത്തികൾ നിർണ്ണയിച്ചതിലെ പോരായ്മ, വീടുകൾ ഒഴിവാക്കിയത്, ഓരോ വാർഡിലെയും ജനസംഖ്യയിലെ ഏറ്റക്കുറച്ചിലുകൾ, വാർഡുകൾക്ക് പുതിയ പേരുകൾ നൽകിയതിലെ പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു പ്രധാന പരാതികൾ. ഇവ അന്വേഷിക്കാൻ 1000-ൽ-പരം ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇവർ നൽകിയ റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർമാരുടെ ശുപാർശയോടെ കമ്മീഷന് ലഭിച്ചു. തുടർന്ന് കഴിഞ്ഞ ജനുവരി 16 മുതൽ ഫെബ്രുവരി 22 വരെ ജില്ലാതല തെളിവെടുപ്പുകളും കമ്മീഷൻ നടത്തി. അതേസമയം നടപടിക്രമങ്ങളിൽ പിഴവുണ്ടായതായി പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുമുണ്ട്. ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമാണെന്നും കാലതാമസമില്ലാതെ അത് നൽകണമെന്നുമുള്ള സുപ്രീം കോടതി വിധിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ. ഇന്ത്യയിലെ ഏറ്റവും അധികം DA കുടിശ്ശികയുള്ള സംസ്ഥാനമാണ് കേരളം. 35% DA ലഭിക്കേണ്ട സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇപ്പോൾ ലഭിക്കുന്നത് 15%. ദീർഘകാലമായി DA നിഷേധിച്ചിരുന്ന സർക്കാർ 3 തവണയായി DA അനുവദിച്ചപ്പോൾ തന്നെ 119 മാസത്തെ കുടിശ്ശിക അനുവദിച്ചിട്ടില്ല. ഇതാദ്യമായാണ് ഒരു സർക്കാർ DA കുടിശ്ശിക നിഷേധിക്കുന്നത്. കേന്ദ്ര നിരക്കിൽ ക്ഷാമബത്ത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പശ്ചിമബംഗാളിലെ സർക്കാർ ജീവനക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത് 2 വർഷം മുൻപാണ്. DA അവകാശമല്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമാണെന്നും പശ്ചിമ ബംഗാൾ സർക്കാർ കോടതിയിൽ വാദിച്ചു. ജീവനക്കാർക്ക് അനുകൂലമായി കൊൽക്കത്ത ഹൈക്കോടതി വിധി 2022 മെയ്യിൽ വന്നു. ഇത് ചോദ്യം ചെയ്ത് മമതാ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമാണെന്നും നൽകുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ല എന്നും വിധിച്ചത്. ഇനി സ്പോർട്സ് വാർത്തകൾ. 2025 യുവേഫ യൂറോപ്പ ലീഗ് ഫൈനൽ ഇന്ന് നടക്കും. കേവലം ഒരു കിരീട പോരാട്ടത്തിനപ്പുറം പ്രതിസന്ധിയിലായ 2 ഇംഗ്ലീഷ് വമ്പന്മാർക്ക് പ്രതീക്ഷകൾ തിരിച്ചുകിട്ടാനുള്ള അവസരം കൂടെയാണ് ഈ മത്സരമെന്ന് പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും ബുധനാഴ്ച ബിൽബാവോയിൽ ഏറ്റുമുട്ടുമ്പോൾ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാനും അടുത്ത സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സ്ഥാനമുറപ്പിക്കാനും ഇരു ടീമുകളും അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട്. സാൻ മമേസിലെ ഈ പോരാട്ടം ഇരു ക്ലബ്ബുകളുടെയും കലുഷിതമായ സീസണുകൾക്ക് ശേഷമാണ് വരുന്നത്. പ്രീമിയർ ലീഗിൽ ഒരു കളി മാത്രം അവശേഷിക്കെ യുണൈറ്റഡ് 16-ാം സ്ഥാനത്തും സ്പേഴ്സ് 17-ാം സ്ഥാനത്തുമാണ്. യൂറോപ്പിലെ വിജയം മാത്രമാണ് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ അവസാന സ്ഥാനക്കാരുടെ പോരാട്ടത്തിൽ
ചെന്നൈയെ തകർത്ത് രാജസ്ഥാൻ 6 വിക്കറ്റിനാണ് ടീമിന്റെ ജയം. ചെന്നൈ ഉയർത്തിയ 188 റൺസ് വിജയലക്ഷ്യം 17.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടന്നു. വൈഭവ് സൂര്യവംശി അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങി. നിലവിൽ ചെന്നൈയാണ് അവസാന സ്ഥാനത്ത്. ഒരു മത്സരം ബാക്കിയുള്ള ചെന്നൈക്ക് 6 പോയിന്റുണ്ട്. 14 മത്സരങ്ങളും പൂർത്തിയായ രാജസ്ഥാൻ 8 പോയിന്റോടെ 9ാം സ്ഥാനത്തും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 114.89 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.